ഒരു ആക്ടറുടെ ഡ്രീം ആയിരിക്കും അവനവനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ തന്നെ മാർക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത്. ഇപ്പം ആടുജീവിതത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു ഇനി ഇതേപോലത്തെ ഒരു കഥ വന്നാൽ ഞാൻ ചെയ്യില്ല, അത്രയും എഫേർട്ട് ഇട്ട്. അപ്പോൾ അതേപോലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ വന്നതെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഇതുപോലെ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇങ്ങനൊരു പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു ടെംപ്ലേറ്റ് എൻ്റെ മനസ്സിലില്ല. ഒരു കഥ കേൾക്കുമ്പോഴായിരിക്കും ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്യില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്നതുപോലത്തെ എന്നെ ചലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക് എഴുതുന്നില്ല. ഞാൻ അത്ര ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുമല്ല. ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ആളുമാണ്. എല്ലാ സിനിമയും എല്ലാ ദിവസവും ഷൂട്ടും എനിക്ക് ചലഞ്ചിങ് തന്നെയാണ്. സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമുണ്ട്. സിനിമ ഭയങ്കര നന്നായിട്ട് പെർഫോമൻസ് ഒരു മോശമായാലും ഒരു പരാജയമാണ്. പക്ഷെ ഇതൊന്നും എന്നാൽ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ കുറിച്ച് കുട്ടപ്പനായിട്ട് നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെ എടുക്കുന്ന പണികൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിടുകയാണ്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ എല്ലാ പടത്തിലും കാത്തിരിക്കുന്നത്.